ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി വേൾഡ് വ്ളോഗ്സിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകൾ മണാലിയിലെ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയിലെ കാഴ്ചകളും അതുപോലെ ഹിഡിംബ ദേവി ടെമ്പിളിലെ കാഴ്ചകളുമാണ്. ആദ്യം ഹിഡിംബ ദേവി ടെമ്പിളിലെ കാഴ്ചകളിലേക്ക് പോകാം. ഹിമാലയത്തിന്റെ താഴ്വരയിൽ ദുൻഗിരി വാൻ വിഹാർ എന്ന ദേവദാരു വനത്താൽ ചുറ്റപ്പെട്ടതാണ് ഹിഡിംബ ദേവി ക്ഷേത്രം. പ്രാദേശികമായി ദുംഗരി ക്ഷേത്രം എന്നും ഈ ദേവീക്ഷേത്രം അറിയപ്പെടുന്നുണ്ട്. ഈ ദേവീക്ഷേത്രത്തിന് 3 ചതുരാകൃതിയിലുള്ള മേൽക്കൂരകളും മുകളിൽ 4ാമത്തെ പിച്ചള കോണാകൃതിയിലുള്ള മേൽക്കൂരയും ആണ് ഉള്ളത്. മാനിന്റെയും പോത്തിന്റെയും എല്ലാം കൊമ്പുകൾ ഈ ക്ഷേത്രത്തിന്റെ ഭിത്തിയിലായിട്ട് വെച്ചിരിക്കും നമുക്ക് കാണാൻ സാധിക്കും. തടിയിൽ ഒരുപാട് കൊത്തുപണികളും അതുപോലെ ചെയ്തു വെച്ചിരിക്കുന്നുണ്ട്. ഭൂമിയിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന കൂറ്റൻ പാറയുടെ മുകളിലായിട്ടാണ് വിഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നത്. ദേവി ഹിഡിംബ ധ്യാനം നടത്തിയിരുന്ന ഒരു ഗുഹയ്ക്ക് ചുറ്റുമാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. 1953 മഹാരാജ ബഹാദൂർ സിംഗ് ആണ് ഹിഡിംബ ദേവി ക്ഷേത്രം നിർമ്മിച്ചത്. ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകളുടെ ഇഷ്ടവിനോദങ്ങളിൽ ഒന്നാണ് ഈ ഡ്രസ്സ് ധരിച്ചു നിന്ന് ഫോട്ടോ എടുക്കല്. ഇത് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സാണ്. നമുക്ക് അവിടെ ഈ ഡ്രസ്സ് വാടകയ്ക്ക് എടുക്കാൻ സാധിക്കും. നമുക്ക് ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഡ്രസ്സ് ഇടുന്നത്. അത് അവിടെ നിൽക്കുന്നവർ തന്നെ നമുക്ക് ആ ഡ്രസ്സ് ഇടിച്ചു തരും. ഒരു മണിക്കൂർ നേരത്തേക്ക് 50 രൂപയാണ് ഈ ഡ്രസ്സിന് അവർ വാടകയായിട്ട് ചാർജ് ചെയ്യുന്നത്. അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വ്യത്യസ്ത തരം ഡ്രസ്സുകളാണ്. ശരിക്കും അവരുടെ ഒരു ട്രഡീഷണൽ രീതിയിലുള്ള ഒരു ഡ്രസ്സാണ്. ഇവിടെ വരുന്ന എല്ലാവരും തന്നെ ഈ ഡ്രസ്സ് ഇട്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫോട്ടോ എടുക്കുന്ന നേരത്ത് നമുക്ക് കയ്യിൽ മൊയിലിനെ പിടിച്ചു നിന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാം. അവിടെ നമുക്ക് വലിയ മൊയിലുകളെ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി അവർ കൈ തരും. ആ ഒരു ഫോട്ടോ എടുക്കാൻ ആ മൊയിലിനെ തരുന്നതിന് അവർ 50 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഹിഡിംബ ദേവിയുടെ ചരിത്രം എന്ന് പറയുന്നത്, ഹിഡിംബ ഒരു രാക്ഷസ കുടുംബത്തിലാണ് ജനിച്ചത്. സഹോദരൻ ഹിഡിംബിനെ പരാജയപ്പെടുത്തുന്ന ഒരാളെ വിവാഹം കഴിക്കുമെന്ന് ഹിഡിംബ പ്രതിജ്ഞ എടുത്തു. പാണ്ഡവ വനവാസകാലത്ത് മണാലി സന്ദർശിച്ചപ്പോൾ 5 പാണ്ഡവരിൽ ഒരാളായ ഭീമൻ ഹിഡിംബനെ പരാജയപ്പെടുത്തി. അതിനുശേഷം ഹിഡിംബ ഭീമനെ വിവാഹം കഴിക്കുകയും അവർക്ക് ഗഡോക്കജ എന്ന പുത്രൻ ജനിക്കുകയും ചെയ്തു. ഹിഡിംബ ദേവി ടെമ്പിളിലെ കാഴ്ചകൾ കണ്ട ശേഷം നമ്മളിനി പോകുന്നത് ബുദ്ധിസ്റ്റ് മൊണസ്ട്രിയിലേക്കാണ്. നേരത്തെ പറഞ്ഞ പോലെ വലിയ ദേവദാരു മരങ്ങളുടെ നടുവിലായിട്ടാണ് ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ആ ദേവദാരു മരങ്ങളുടെ ഇടയിലൂടെയാണ് നമ്മൾ ബുദ്ധിസ്റ്റ് മൊണസ്ട്രിയിലേക്ക് പോകുന്നത്. വളരെ വലിയ ആകാശം മുട്ടെ ഭയങ്കര ഉയരത്തിൽ നിൽക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ആ മരങ്ങളുടെ ഇടയിലൂടെ നടന്നാണ് നമ്മൾ പോകുന്നത്. ഏതാണ്ട് 400 മീറ്ററോളം ഈ മരങ്ങളുടെ ഇടയിലൂടെ നടന്നു വേണം നമുക്ക് പുറത്തേക്ക് കടക്കാനായിട്ട്. ആ പുറത്ത് നമ്മൾ എത്തുന്ന സ്ഥലം എന്ന് പറയുന്നത് മണാലി മാർക്കറ്റാണ്. മണാലി മാർക്കറ്റിൽ നിന്ന് ഒരു 5 മിനിറ്റും കൂടി നടന്നാൽ ബുദ്ധിസ്റ്റ് മൊണസ്ട്രിയിലേക്ക് എത്തും. അങ്ങനെ നമ്മൾ വലിയ മരങ്ങളുടെ ഇടയിലൂടെ, ഈ ദേവദാരു മരങ്ങളുടെ ഇടയിലൂടെ ബുദ്ധിസ്റ്റ് മൊണസ്ട്രിയിലേക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായും രേഖപ്പെടുത്തുക. നമ്മൾ ഈ കാണുന്നതാണ് ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയുടെ മുൻവശത്തുള്ള എൻട്രൻസ് ഗേറ്റ്. ഈ ഗേറ്റിന്റെ അകത്ത് കൂടെ നമ്മൾ അകത്തേക്ക് കയറി മുന്നോട്ടേക്ക് പോകുമ്പോൾ ദൂരത്തായിട്ട് കാണുന്നതാണ് ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി. ഇങ്ങനെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ആ വലിയ മലനിരകളുടെ താഴെയായിട്ടാണ് ഈ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും 5 മിനിറ്റ് അകലെയായിട്ടാണ് ബസ് സ്റ്റോപ്പും അതുപോലെ തന്നെ മണാലി മാൾ റോഡും. അതിന്റെ തൊട്ടടുത്തായിട്ടാണ് ഇത്രയും ശാന്തമായിട്ടും ഇത്രയും സമാധാനപരമായിട്ടുള്ള ഈ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്നത്. ബുദ്ധമതവുമായി ബന്ധപ്പെട്ട് വളരെ പ്രശസ്തമാണ് ഈ മന്ത്രങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ചക്രങ്ങൾ. ഈ ദേവാലയത്തിന് ചുറ്റും പ്രാർത്ഥനാ ചക്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ബുദ്ധിസ്റ്റ് മൊണസ്ട്രിയിലെത്തുന്ന എല്ലാവരും തന്നെ ഈ ചക്രങ്ങൾ കറക്കിയതിനു ശേഷമാണ് ദേവാലയത്തിന്റെ അവിടേക്ക് കടന്നു ചെല്ലുന്നത്. ശ്രീകോവിലിന് ചുറ്റും ഘടികാര ദിശയിൽ വട്ടമിട്ട് നടക്കുകയും ചക്രങ്ങൾ തിരിക്കുകയും വേണം. ബുദ്ധമത പ്രാർത്ഥനാ ചക്രങ്ങൾ തിരിക്കുകയോ കറക്കുകയോ ചെയ്യുന്നത് വളരെ ശക്തമായി കണക്കാക്കപ്പെടുന്നു. ഇത് ജീവിതകാലം മുഴുവൻ പ്രാർത്ഥിക്കുന്ന 100 സന്യാസിമാരുടെ ശക്തിയുമായി താരതമ്യപ്പെടുത്തുന്നു.
പ്രധാന ദേവാലയത്തിന്റെ മുൻവശത്തെ വാതിലിന് മുൻപിലായിട്ട് വർണ്ണാഭമായും ആലങ്കാരികവുമായ ഒരു പ്രവേശന കവാടം ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ ബുദ്ധന്റെ അടിസ്ഥാന നിറങ്ങളായ ബിലു, കറുപ്പ്, വെള്ള, ചുവപ്പ്, പച്ച, മഞ്ഞ എന്നിവയാണ് ഉള്ളത്. വാതിലിനോട് ചേർന്ന് നിൽക്കുന്ന 2 തൂണുകളിൽ ഡ്രാഗണെ ആണ് കൊത്തിവെച്ചിരിക്കുന്നത്. മുകളിലായിട്ട് ചിത്രപ്പണികളിലും വളരെ മനോഹരമായിട്ടുള്ള ഈ നേരത്തെ പറഞ്ഞ കളറുകളും കൊണ്ട് മിക്സ് ചെയ്തിട്ടുള്ള ചുമർ ചിത്രങ്ങളും പടങ്ങളും എല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ആ പ്രധാന വാതിലിലൂടെ അകത്തേക്ക് കയറുമ്പോൾ വലിയ 2 നില ഹൈറ്റിൽ, അതായത് അത്രയും വലിപ്പത്തിലാണ് ഈ ബുദ്ധന്റെ പ്രതിമ നിലനിൽക്കുന്നത്. ബുദ്ധന്റെ തലഭാഗത്ത് നമ്മൾ നേരിട്ട് കാണണമെങ്കിൽ 2ാമത്തെ നിലയിലേക്ക് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകണം. അങ്ങനെ നമ്മളിപ്പോൾ താഴത്താണ് നിൽക്കുന്നത്. ആ താഴത്തായിട്ട് ഒരു സൈഡിലായിട്ട് നമുക്ക് ചെറിയൊരു ബുദ്ധന്റെ പ്രതിമയും കാണാൻ സാധിക്കും. ഈ പ്രതിമയുടെ മുൻവശത്തായിട്ട് ഒരുപാട് പേരുകൾ ഇങ്ങനെ നോട്ട് ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടുണ്ട്. ആ ചില്ലുകൂടിലിരിക്കുന്ന ബുദ്ധന്റെ പ്രതിമയുടെ കയ്യിലും നോട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മുറിയിൽ ബുദ്ധന്റെ ഒരുപാട് മന്ത്രങ്ങളും അതുപോലെ ചുമർ ചിത്രങ്ങളും ഈ ബുദ്ധമതമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ ഫോട്ടോയും ബുദ്ധനുമായിട്ടുമുള്ള ചില ചരിത്രങ്ങളുടെ എല്ലാം പടങ്ങളും എല്ലാം ആലേഖനം ചെയ്തിട്ടുണ്ട്. താഴത്തെ നിലയിൽ നിന്നും നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ആ പ്രവേശന കവാടത്തിന്റെ തൊട്ടടുത്തായിട്ട് 2ാം നിലയിലേക്ക് പോകുന്നതിന് വേണ്ടി ചെറിയൊരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പുകൾ കയറി നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. അങ്ങനെ മുകളിലേക്ക് എത്തുമ്പോൾ ആ ബുദ്ധന്റെ തലഭാഗം നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ 2ാമത്തെ നിലയിൽ എത്തുമ്പോൾ ആണ് നമുക്ക് ബുദ്ധന്റെ ഫേസ് ടു ഫേസ് നിൽക്കാൻ നമുക്ക് സാധിക്കുന്നത്. അവിടെയും ഇതുപോലെ തന്നെ ഈ പറഞ്ഞ നിറങ്ങളാൽ ഒരുപാട് കൊത്തുപണികളും ചിത്രങ്ങളും എല്ലാം വരച്ചു വെച്ചിട്ടുണ്ട്. 8ാം നൂറ്റാണ്ടിലെ ഒരു ബുദ്ധമത ആചാര്യനായിരുന്ന ഗുരു റിംപോച്ചയുടെ പ്രതിമയാണ് നമ്മളിപ്പോൾ ഈ ബുദ്ധന്റെ വലതുവശത്തായിട്ട് കാണുന്നത്. ഇതാണ് ഗുരു റിംപോച്ചെ. ബുദ്ധന്റെ ഇടതുവശത്തായിട്ട് കാണുന്നത് ഹയഗ്രീവ എന്ന ദേവനാണ്. ടിബറ്റൻ ജാപ്പനീസ് ബുദ്ധമതത്തിൽ അവലോകേതനേശ്വരന്റെ യക്ഷപരിചാരകനായി ഉത്ഭവിച്ച ഒരു പ്രധാന ദേവനാണ് ഹയഗ്രീവ. ഈ ദേവാലയത്തിന്റെ അകത്ത് നമുക്ക് വളരെയധികം ഒരു പോസിറ്റീവ് വൈബാണ് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ദേവാലയത്തിന്റെ അകത്തെ കാഴ്ചകളെല്ലാം കണ്ട് ബുദ്ധിസ്റ്റ് മൊണസ്ട്രിയുടെ പ്രധാന ദേവാലയത്തിന്റെ പുറത്തേക്ക് നമ്മൾ കടന്നു. ഒരുപാട് ആളുകൾ ഈ മൊണസ്ട്രി വിസിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തുന്നുണ്ട്. ഒരുപാട് മണാലിയിൽ എത്തുന്ന എല്ലാവരുടെയും തന്നെ പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ഒന്നാണ് ഇത്. ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് പ്രധാന ശ്രീകോവിലിന്റെ പുറമുഖത്തിന്റെ കാഴ്ചകളാണ്. പ്രധാന ശ്രീകോവിലിനോട് ചേർന്നുള്ള ഒരു മുറിയിൽ കൂറ്റൻ മണിച്ചക്രം സ്ഥാപിച്ചിട്ടുണ്ട്. ആ മണിച്ചക്രമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. നമ്മൾ ഈ മുറിയുടെ അകത്ത് കയറുമ്പോൾ ചുവരിൽ ബുദ്ധന്റെ പ്രതിമകളും അതുപോലെ തന്നെ ഒരുപാട് ചുവർ ചിത്രങ്ങളും ബുദ്ധ മതമായിട്ട് ബന്ധപ്പെട്ട കുറെ ആളുകളുടെ ചിത്രങ്ങളെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിന്റെ അകത്ത് കയറി എല്ലാവരും തന്നെ ഇങ്ങനെ ഈ മണി കറക്കുന്നുണ്ട്. ഭയങ്കര ഹൈറ്റുള്ള കൂറ്റൻ മണിയാണ്. ബുദ്ധമതത്തിന്റെയും ടിബറ്റൻ പാരമ്പര്യത്തിന്റെയും അവിഭാജ്യ ഘടകമാണ് മണിചക്രം. ഓം മണി പത്മേഹും എന്ന ബുദ്ധമന്ത്രം ആലേഖനം ചെയ്തിട്ടുണ്ട് ഈ ചക്രങ്ങളിൽ. പ്രാർത്ഥനാ ചക്രം എന്ന ആശയം ബുദ്ധൻ പഠിപ്പിച്ച രീതി വിവരിക്കുന്ന ധർമ്മചക്രം തിരിക്കുക എന്ന വാക്യത്തിന്റെ ഭൗതിക പ്രകടനമാണ്. വളരെ ചെറിയൊരു മുറിയാണ്. പ്രധാനമായിട്ടും ഈ വലിയ മണിയാണ് ഈ മുറിക്കകത്തുള്ളത്. അങ്ങനെ നമ്മൾ ഈ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയുടെ ആ മുറിയിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി കാണാൻ ചെന്ന ദിവസം അവിടെ ഒരു വിവാഹം നടന്നിരുന്നു. അതിന്റെ ഫംഗ്ഷനാണ് തൊട്ടടുത്തായിട്ടുള്ള പാരിഷ് ഹാളിൽ നടക്കുന്നത്. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ചിട്ട് ജസ്റ്റ് അതൊന്ന് കാണുന്നതിന് വേണ്ടി ആ പാരിഷ് ഹാളിന്റെ അകത്തേക്ക് കയറി ചെന്നു. വളരെ വർണ്ണാഭമായിട്ടുള്ള അലങ്കാരങ്ങളാണ് അവിടെ നമുക്ക് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു ആഘോഷമായിട്ടുള്ള രീതിയിലാണ് അവരുടെ കല്യാണത്തിന്റെ പരിപാടികളെല്ലാം നടക്കുന്നത്. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയാണെങ്കിലും നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഹിഡിംബ ടെമ്പിളിലെ കാഴ്ചകളും അതുപോലെ ബുദ്ധിസ്റ്റ് മൊണസ്ട്രിയിലെ കാഴ്ചകളും ഇവിടെ അവസാനിക്കുന്നു. അടുത്തൊരു വ്ളോഗിൽ കണ്ടുമുട്ടും വരേക്കും സൈനിങ് ഓഫ്. ഹാപ്പി വേൾഡ് വ്ളോഗ്സ്. താങ്ക് യു.